ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എത്രയാ സാധനം ഇതിൻ്റെ പറഞ്ഞാൽ തീരുന്ന്? നിങ്ങൾ വേറൊരു സാധനം കാണിച്ചട്ടെ. അതറിയോ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റഹ്മത്തുള്ളാഹി അലൈഹി ആയിരിക്കും ഷെയ്ഖിന് ഈ കള്ളത്തരീക്കത്തുകാരെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി കുറേ ഏജന്റുമാരുണ്ട്. ഈ ഏജന്റുമാര് വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി കയറിങ് വരുമ്പോൾ നമ്മുടെ ആലിമീങ്ങളൊക്കെ വരുമ്പോൾ തക്ബീർ ചൊല്ലി സ്വീകരിക്കലുണ്ടല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് തക്ബീർ ചൊല്ലി സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെക്കാളും ജോറിൽ തക്ബീർ നല്ല വലിയ ആളാന്ന് വരുള്ളൂ. പിന്നെന്താ പരിപാടി എന്നറിയോ? ഏകദേശ കള്ളത്തരീക്കത്തുകാരെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിൻ്റെ ചുവടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? എന്തേ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ മുടീൻ്റെ നീളം നിങ്ങൾ കണ്ടോ? ഇപ്പൊ ഒരു ചങ്ങാതി ഇപ്പൊ രംഗത്ത് വരുമോ? കണ്ടങ്ങളെ എണീറ്റ് നിന്നു. വലിയുല്ലാഹി ജലാലുദ്ദീൻ തങ്ങളീന റഹ്മത്തുള്ളാഹി അലൈഹിന. പിന്നെ മൂപ്പര് വന്നിട്ട് മുഹീദ്ദീൻ ശൈഖിനെ ഒരൊറ്റ വിളി കേട്ടാൽ നമ്മൾ അന്താളിച്ചു പോകും. കേട്ടാൽ ഏത് പാവം പെട്ടു. എന്നിട്ട് കുറെ ചോറ് വെച്ചിട്ടാവും വിതരണം ചെയ്യുന്നുണ്ട്. ഭക്ഷണം വിതരണം ചെയ്യുന്നത്, മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വളരെ സാലിഹായ അമലാണ്. പക്ഷെ ഇവരത് വിതരണം ചെയ്യുന്നത് തട്ടിപ്പിനാണ്. അതാ നേരത്തെ പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ നിയ്യത്തിന് വേണ്ടിയാണ്. നിസ്കാരത്തിന് കൂലി ഉണ്ടാവും. എന്നിട്ട് കുറെ ചോറിങ്ങനെ കൂമലാക്കിയിട്ടോ നിങ്ങൾക്ക് കാണാം. മൂപ്പര് ഗൗസുല്ലാദവിനെ വിളിക്കുന്നതാണ്. മൂപ്പര് ഇടയ്ക്ക് ഗൗസുല്ലാദവൻ വിളിക്കുമ്പോണ്ട് മൂപ്പര് അങ്ങോട്ട് ആത്മീയതയിൽ മുഴുകിയിട്ട് ഇങ്ങനെ അങ്ങ് ഞെട്ടിപ്പോന്നുണ്ട്. അതൊക്കെ കാണാൻ ഞെട്ടലൊക്കെ. എന്നാ സംഗതി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ കഥ കേൾക്കണം നിങ്ങൾക്ക്. ഇയാള് സ്വന്തം ബാപ്പാക്ക് ജനിച്ച പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ട ആളാ. എന്നിട്ട് അതിൽ 2 മക്കളുണ്ട്. ഇപ്പോ അയാളാണ് വലിയുല്ലാഹി ജലാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങളൊന്ന് കണ്ടോളി. അയാളാ ഒന്ന് വെച്ചു കൊടുത്താ. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഷെയ്ഖുന ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الله يا غوث الله يا غوث الله يا شيخ الله يا شيخ الله يا شيخ الله يا أستاذ الله يا إمام الله يا إمام الدين يا إمام المتقين يا سلطان العارفين
الشيخ محي الدين عبد القادر. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചുകൊണ്ട് സുന്നിയാവൂല. സുന്നികൾ യാ ഗൗസുൽ ആലം എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് വിളിച്ചവനൊക്കെ സുന്നിയാവൂല. അത് മനസ്സിലാക്കണം. യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ? നിസ്കരിക്കാൻ പോകണ്ടോ? നിസ്കരിക്കലുണ്ടോ? പള്ളിയിൽ പോകണ്ടോ? ഒരു കഥയുമില്ല. ഔറുസുട്ടീന്റെ മോന 4 പെമ്മക്കളാ. അതിൽ 3ാമത്തെ മോളാണ് ആസിയ. ഈ 3ാമത്തെ മോളെയാണ് ഇയാൾ കെട്ടി, സ്വന്തം പെങ്ങളെ ഇയാൾ കെട്ടി. ഇത് നാട്ടിൽ നിന്ന് പുറത്താക്കിയതാ. പൊന്മള ഉസ്താദിന്റെ ഈ തരീക്കത്തിന്റെ പുസ്തകത്തിൽ, തരീക്കത്തിന്റെ സമഗ്രപഠനം ഈ പുസ്തകത്തിൽ ബഗ്ദാദി തരീക്കത്തിന്റെ ഇയാളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള ചിറക്കൽ എന്ന പ്രദേശമാണ് ഇയാളുടെ നാട്. ചിറക്കൽ മാലിൽ താമസിക്കുന്ന ഔറസുട്ടി, ഐദറുസുട്ടി എന്ന വ്യക്തിയുടെ 5 ആൺമക്കൾ, മൂത്ത മകനാണ് ഈ ജമാലുദ്ദീൻ. ഔറസുട്ടി എന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു ബാപ്പ ആയിരിക്കട്ടെ. എന്നിട്ട് ഇയാൾ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുകയാണ്, നാട്ടുകാർ പുറത്താക്കിയതാണ്. അയാൾ ആ യാ ഗൗസുൽ ആലം വിളിച്ചിട്ട് വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാൻ കുറെ ഏജന്റുമാരും. സുബ്ഹാനല്ലാഹ്,